കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവും കാമുകൻ സന്ദേശും ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടോ? കുടുംബജീവിതം തകർന്ന ശേഷമാണ് യുവതി സന്ദേശുമായി അടുപ്പത്തിലാകുന്നത്. അതിനുശേഷം ഒന്നിച്ചു താമസിച്ചിരുന്ന ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു. അതിൽ മറ്റു ചില ആളുകളുമായുള്ള സൌഹൃദങ്ങളും കാരണമായിട്ടുണ്ട്. ചിന്നുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സന്ദേശിനെതിരെ വലിയ രീതിയിലാണ് സൈബർ ആക്രമണം ഉണ്ടായത്. അതോടൊപ്പം പോലീസിന്റെ ചോദ്യം ചെയ്യലും സമ്മർദ്ദവും കൂടിയായതോടെ അയാളും ജീവനൊടുക്കുന്നു. സന്ദേശ് ആത്മഹത്യ ചെയ്തത് കടുത്ത മാനസിക സമ്മർദ്ദം കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ ആൺസുഹൃത്ത് മഞ്ഞപ്പാടി സ്വദേശി സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം തൂങ്ങിമരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ സന്ദേശ് ജീവനൊടുക്കിയത്. കടുത്ത മാനസിക സമ്മർദ്ദവും മാനഹാനിയുമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ഇരുവരും താമസിച്ചിരുന്ന ആസാദ് നഗറിലെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നിൽ സന്ദേശാണെന്ന് തുടക്കം മുതൽ സംശയമുയർന്നിരുന്നു. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി. പിന്നീട് രക്ഷിതാക്കൾക്കൊപ്പമാണ് സന്ദേശിനെ വിട്ടയച്ചത്. ഇതിന് പിന്നാലെ സന്ദേശിന് നേരെ വൻതോതിൽ സൈബർ ആക്രമണം നടന്നിരുന്നതായി പറയുന്നു. ഇതിലുള്ള മാനസിക വിഷമമായിരിക്കാം ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്നും സംശയിക്കുന്നു. അതേസമയം ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.